പി സുധാകരന്റെ വിമത സ്ഥാനാർത്ഥിത്വത്തോടെ ശ്രദ്ധാകേന്ദ്രമായ അമ്പലപ്പുഴയിൽ സിറ്റിംഗ് MLA H. സലാം തന്നെ CPIM സ്ഥാനാർത്ഥിയാകും. സുധാകരനെ അവഗണിച്ച് മുന്നോട്ടു പോകാൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തീരുമാനമായി. അങ്കമാലി സീറ്റ് CPIM ഏറ്റെടുത്ത് മുൻ MLA സാജു പോളിനെ മത്സരിപ്പിക്കും. ആലുവയിൽ ആലപ്പുഴ മുൻ MP AM ആരിഫിനെ മത്സരരംഗത്തിറക്കാനും തീരുമാനമായിട്ടുണ്ട്. പാർട്ടിയെ ഞെട്ടിച്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച G. സുധാകരനെ അവഗണിച്ച് പ്രതിരോധിക്കാനാണ് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ തീരുമാനം. ഇനി പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടാകില്ല. പ്രകോപന പരാമർശങ്ങളും ആരും നടത്തില്ല. H. സലാമിനെ തന്നെ മത്സരിപ്പിക്കും. വിഷയം വഷളാക്കാതെ മുന്നോട്ടു പോയാൽ വിജയം ഉറപ്പാണെന്നാണ് കണക്കുകൂട്ടൽ. ഞങ്ങൾ സിറ്റിംഗ് സീറ്റല്ലേ അമ്പലപ്പുഴ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കർശനമായി ജയിക്കും. 6 പതിറ്റാണ്ടിന്റെ ബന്ധം ഉപേക്ഷിച്ച G. സുധാകരനുമായി അനുനയത്തിനുള്ള സാധ്യതയും CPIM സംസ്ഥാന സെക്രട്ടറി തള്ളി. അദ്ദേഹം 1.5 മണിക്കൂർ പത്രസമ്മേളനം നടത്തി ലോകത്തോട് പറഞ്ഞ കാര്യമല്ലേ. ഞങ്ങൾ എന്തിനാണ്? അദ്ദേഹം പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കിയിട്ടില്ല, പാർട്ടി മെമ്പർഷിപ്പിലില്ല. അദ്ദേഹത്തിന് ജനാധിപത്യപരമായ രീതി എങ്ങനെ തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. ആ നിലപാട് സ്വീകരിച്ചു മാത്രമേ കണ്ടുള്ളൂ. എറണാകുളത്ത് സീറ്റെണ്ണം കൂട്ടാൻ CPIM നടത്തുന്നതും അപ്രതീക്ഷിത നീക്കം. ആലപ്പുഴ മുൻ MP AM ആരിഫിനെ ആലുവയിൽ മത്സരത്തിനിറക്കാനാണ് തീരുമാനം. എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ നിർദ്ദേശം സംസ്ഥാന സെക്രട്ടേറിയറ്റും അംഗീകരിച്ചു. ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദളിൽ നിന്ന് അങ്കമാലി സീറ്റെടുത്ത് മുൻ MLA സാജു പോളിനെ മത്സരിപ്പിക്കും. പെരുമ്പാവൂർ MLA ആയിരുന്ന സാജു പോളിന് തൊട്ടടുത്ത മണ്ഡലമായ അങ്കമാലിയിലും വിജയസാധ്യതയുണ്ടെന്നാണ് കണക്കുകൂട്ടൽ. സോഷ്യലിസ്റ്റ് ജനതാദളിന് പകരം എറണാകുളം സീറ്റ് നൽകും. മുൻ ഡെപ്യൂട്ടി മേയർ സാബു ജോർജ് സ്ഥാനാർത്ഥിയാകുന്നതോടെ എറണാകുളത്തും ശക്തമായ മത്സരത്തിന് കളമൊരുങ്ങി. പാലക്കാട് മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കാത്തിരിക്കുകയാണ് CPIM. P. സരിന്റെയും പൊതു സ്വതന്ത്രരുടെയും പേരുകൾ പറഞ്ഞു കേട്ടെങ്കിലും അവിടെയും സർപ്രൈസ് സ്ഥാനാർത്ഥി വരുമെന്നാണ് CPIM നൽകുന്ന സൂചന. പ്രാദേശിക എതിർപ്പുയർന്ന പൊന്നാനി, തൃപ്പൂണിത്തറ മണ്ഡലങ്ങളിൽ നിശ്ചയിച്ച സ്ഥാനാർത്ഥികളെ മാറ്റേണ്ടെന്നും CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചു. തെരഞ്ഞെടുപ്പ് തീയതി വന്നാൽ 1 മണിക്കൂറിനകം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നാണ് പാർട്ടിയുടെ അവകാശവാദം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.